സംസ്ഥാനത്ത് പാമ്പ് കടിച്ചുള്ള മരണം കൂടിയ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ വിളിച്ച ഡിഎംഒമാരുടെ യോഗം അവസാനിച്ചു. പാമ്പ് കടിയേറ്റുള്ള മരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഡിഎംഒമാർക്ക് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച പാടില്ല, പാമ്പ് കടി തിരിച്ചറിയാതെ പോകരുതെന്നും ആവശ്യമെങ്കിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്കിടെ 3 പേർ പാമ്പ് കടിയേറ്റ് മരിച്ച സാഹചര്യത്തിലാണ് നടപടി. ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരനും കായംകുളം സ്വദേശി സെലീനയ്ക്കും ചികിത്സ നൽകുന്നതിൽ വീഴ്ചയുണ്ടായെന്ന പരാതി ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്കിടെ 3 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിളിച്ച ഡിഎംഒമാരുടെ യോഗം അവസാനിച്ചിരിക്കുകയാണ്. പാമ്പ് കടിയേറ്റുള്ള മരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഡിഎംഒമാർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച പാടില്ല എന്നും പാമ്പ് കടി തിരിച്ചറിയാതെ പോകരുതെന്നും ആവശ്യമെങ്കിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഒരാഴ്ചയ്ക്കിടെ 3 പേരാണ് ഇത്തരത്തിൽ പാമ്പുകടിയേറ്റ് മരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ യോഗം വിളിച്ചത്. ഡിഎംഒമാരെ യോഗം വിളിച്ചത്. ഇതിലാണ് ഇപ്പോൾ ഡിഎംഒമാർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരനും അതുപോലെ തന്നെ കായംകുളം സ്വദേശി സെലീനയ്ക്കും ചികിത്സ നൽകുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന പരാതി ഉയർന്നിരുന്നു. ഏതായാലും പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഡിഎംഒമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിളിച്ച യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഏതായാലും ഡിഎംഒമാർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയിരിക്കുന്നത്.